പോലെ നമ്മുടെ ഭവനത്തിൽ നിന്ന് വളർന്നു വന്ന് നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ ആശയങ്ങളൊക്കെ സ്വാംശീകരിച്ച് ജീവിതം കെട്ടിപ്പടുത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ദീപ അഗസ്റ്റിൻ. ദീപ അഗസ്റ്റിൻ മുണ്ടൂർ ഇടവകയിലേക്ക് വിവാഹം ചെയ്ത് അവളൊരു കുടുംബമായിട്ട് ജീവിക്കുകയും അവളുടെ വ്യക്തിത്വപരമായ രീതിയിൽ ഒരു വലിയൊരു സംഭാവന ചെയ്യാനായിട്ടാണ് മുണ്ടൂർ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്നത്. ഒരു പ്രധാന അധ്യാപകയായി പ്രവർത്തിക്കുക എന്നത് പറയുന്നത് ഇന്ന് വളർന്നു വരുന്ന തലമുറയെ ഒരു നല്ല ദിശാബോധത്തിലേക്ക് വളർത്തിക്കൊണ്ടുപോകുവാൻ മതപരമായ ആശയത്തോടു കൂടി ഈ വരുന്ന തലമുറയെ കൈപ്പിടിപ്പിക്കുവാനുള്ള ഒരു പ്രധാന അധ്യാപികയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ ചടുലമായ കഴിവ് ദീപ അഗസ്റ്റിന് ഉള്ളത് കൊണ്ടായിരിക്കണം ആ ഇടവകയിലെ മതബോധനത്തിൻ്റെ പ്രധാന അധ്യാപികയായി ദീപ അഗസ്റ്റിനെ തിരഞ്ഞെടുത്തത്. അത് വലിയ ഒരു അഭിമാനമാണ്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ വർഗീച്ചേട്ടൻ്റെ ഏക മകളാണ് ദീപ അഗസ്റ്റിൻ. അവളുടെ മുണ്ടൂർ ഇടവകയിൽ വളരെ പ്രശംസനീയമായ രീതിയിൽ മതാധ്യാപികയായും അതുപോലെ തന്നെ പ്രധാന അധ്യാപികയായും പ്രവർത്തിച്ചു വരുന്നതിൽ നമ്മുടെ ട്രസ്റ്റിൻ്റെതായ എല്ലാവിധ ആശംസകളും പ്രത്യേകമായി നേർന്നുകൊള്ളുകയാണ്. ഏബിൾ ജെയ്സ് സെന്റ് ലൂയിസ് കോളേജിലെ പഠനം പൂർത്തിയാക്കി വളരെ ശ്രദ്ധാപൂർവം പഠിക്കുകയും അതിൽ മികവുറ്റ ഒരു വിജയം കരസ്ഥമാക്കാൻ നമ്മുടെ ഏബിൾ ജെയ്സിന് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി. അതുപോലെ തന്നെ +2 അതിനേക്കാൾ മികവ് പ്രവർത്തിച്ചുകൊണ്ട് നമ്മളുടെ അലൻ അഗസ്റ്റിൻ മുണ്ടൂർ ഇടവകക്കാരനും നമ്മളുടെ ദീപയുടെ മകനുമായ അലൻ അഗസ്റ്റിനും ഇവരുടെ +2 ഉന്നത വിജയം കരസ്ഥമാക്കി. ഇനി അതുപോലെ തന്നെ നമ്മളൊരു അധ്യാപിക ഒരു കുടുംബമാണ് നമ്മളുടെ കുടുംബം. ആ കുടുംബത്തിൻ്റെ നമ്മുടെ ഒരു പേരക്കുട്ടി അധ്യാപികയാവാനായിട്ടുള്ള ട്രെയിനിങ് വളരെ മനോഹരമായ രീതിയിൽ പഠനം പൂർത്തിയാക്കി അതിലും ഒരു വിജയം കരസ്ഥമാക്കാനും കേട്ടൊക്കെ പാസ്സായി ഒരു അധ്യാപികയാകാനുള്ള യോഗ്യത നേടിയിട്ടുള്ള പ്രചോദിയെയും നിങ്ങൾ അനുമോദിക്കുകയാണ്. അതുപോലെ തന്നെ ഹെയിൻസ് ഇതുപോലെ തന്നെ ഒരു ഗ്രാജുവേഷൻ കഴിക്കാൻ നല്ല ഒരു ഉന്നത വിജയം കരസ്ഥമാക്കി. നമ്മുടെ ഹെയിൻസും ഇതുപോലെ നല്ല സെൻറ് തോമസ് കോളേജിലൊക്കെ പഠിച്ച് മിടുക്കനായി അവൻ ജോലിയിലേക്ക് പ്രവേശിച്ചു. അവന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. അവൻ കുറച്ച് കിട്ടിയിട്ടുള്ളെങ്കിലും അവൻ ബാംഗ്ലൂർ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ജോലി കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും ആ കമ്പനി വൈൻഡപ്പായതിൻ്റെ പേരിൽ അവൻ അവിടെ നിന്ന് തിരസ്കരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വീണ്ടും അവൻ വലിയ ഇച്ഛാശക്തിയോടുകൂടി വീണ്ടും നല്ല ഒരു പ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതൊക്കെ നിങ്ങൾ അനുമോദിക്കുന്നുണ്ടെങ്കിലും ഈ പുരസ്കാര ജേതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് മുതിർന്ന തലമുറയ്ക്ക് പറയാനുള്ളത്, ഈ വരുന്ന തലമുറയിലെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കേണ്ടവരാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ ഈ വിജയം നിങ്ങൾക്ക് നേടേണ്ടതായിട്ടുണ്ട്. പല പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരിടേണ്ടതായി വരും. നിങ്ങൾ ഇന്ന് പഠിച്ചു വളർന്ന് നല്ല ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ ജോലി ചെയ്യുന്ന സമയങ്ങളിലും നിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനുള്ള യുവത്വം ഇന്ന് നിങ്ങൾ കരുത്താർജിച്ചു പോകണം. വെറും പഠനത്തിൽ മാത്രം ഉന്നത വിജയം നേടിയാൽ മാത്രം പോരാ. ഇന്നത്തെ ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് വളരെ നല്ല ബോധത്തോടുകൂടി അതിന് വിശകലനം ചെയ്യുവാനും അതിനെപ്പറ്റി പഠിക്കുവാനും മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധ്യത ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം പോരാ. അതുപോലെ തന്നെ നിങ്ങളുടെ സഹപാഠികളുടെ ഇടയിലും ക്രൈസ്തവ മൂല്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അനുഭവവേദ്യമാക്കി വളരെ ശ്രദ്ധാപൂർവം ജീവിതം മുന്നോട്ട് നയിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും കൂടെ മോട്ടറായിട്ടുള്ള സൈമോൻ ലേപ്പൻ എല്ലാ 4 പേർക്കും നമ്മുടെ ദീപയെ ഒഴിച്ച് ബാക്കി ഉന്നത വിജയം കരസ്ഥമാക്കിയ 4 പേർക്കും ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ ഈ സമയത്ത് കൊടുക്കാണ്. ആദ്യമായിട്ട് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഏബിൾ CJ കൊടുക്കുന്നത് നമ്മുടെ വികാരിച്ചത് അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്.
ഏബിള് +2 മേടിച്ച മാർക്ക് 97.8 ആവും. ജയ്സേട്ടനുണ്ട്. ജയ്സേട്ടൻ അത് പറയണ്ട. ജാക്സിയില്ലേ വിജിലൻസ് അല്ല സൈബർ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷന്റെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ്. സമ്മാനാർഹിതനായിട്ടുള്ള ആള് ഫെയിൻസിനെയാണ് വിളിക്കുന്നത്. ഫെയിൻസ് നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ്. ഡിഗ്രിയിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയ ഫെയിൻസിന് ക്ഷണിക്കുന്നു. ഒന്ന് ദീപയ്ക്കുള്ള ഒരു സമ്മാനമാണ്. ദീപയുടെ അഭാവത്തിന് ദീപയുടെ അപ്പാപ്പൻ സോറി ദീപയുടെ അപ്പൻ അപ്പൊ ദീപയ്ക്ക് വേണ്ടിയിട്ടും ഒരു സമ്മാനം കൂടി ഉണ്ട്. ദീപയുടെ മകൻ അടുത്തതായി പ്രചോദിയുടെ അഭാവത്തില് പ്രചോദിയുടെ പ്രചോദി എന്തൊരു അപ്പൻ 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 അമ്മ ഞാൻ വാങ്ങിക്കാം. നമ്മള് ദാനം ചെയ്യുന്നത്. ഇതിലേക്ക് അച്ഛൻ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ചെറിയ ഒരു സഹായം സൈമോലിയപ്പൻ അച്ഛനെ കൈമാറുന്ന ഒരു സമയമാണ്. നമുക്ക് എല്ലാവർക്കും കൈകടിച്ചുകൊണ്ട് അച്ഛനെ ചെറിയൊരു തുക പേരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരികളായിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസേഴ്സ് ആയിട്ടുള്ള ജെയ്സ് ചക്കാലക്കലിനെയും ജാക്സൺ കുണ്ടുകുളങ്ങരയെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ കയ്യിലെ ബാലറ്റ് പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ 4 പേർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അതിലെ ആദ്യത്തെ ലിസ്റ്റ് ജനറൽ സീറ്റാണ്. ജനറൽ സീറ്റ് നമുക്കറിയാം, 75 വയസ്സ് പൂർത്തിയാക്കിയ നമ്മുടെ ട്രസ്റ്റിന്റെ സ്ഥാപക അംഗങ്ങളായ സൈമോലിയപ്പന്റെയും വർക്കിയോലിയപ്പന്റെയും ഒഴിവിലേക്കാണ് ആ 2 പേരെ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തത് ട്രസ്റ്റിലെ വനിതകളായിട്ടുള്ള ആളുകളിൽ നിന്ന്, സജീവ അംഗങ്ങളിൽ നിന്ന് ഒരാളെയാണ് അതിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. മൂന്നാമത്തത് നാലാമത്തെ വോട്ട് ചെയ്യേണ്ടത് ട്രസ്റ്റിലെ 30 വയസ്സിന് താഴെയുള്ള യുവജനങ്ങളിൽ, 35 വയസ്സിന് താഴെയുള്ള യുവജനങ്ങളിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. യുവാക്കളിൽ നിന്നാണ് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ 4 പേർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ പ്രിയമുള്ളവരെ, ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു സാമ്പത്തിക വർഷം നമ്മുടെ ട്രസ്റ്റിനെ നയിക്കാനായിട്ടുള്ള പാനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, ജനറൽ വിഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജോഷി സൈമൺ. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ആൻഡോ ലാസർ. വനിതകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടിരിക്കുന്നത് ഹിമ കരോൾ. യുവജന സംവരണത്തിൽ നിന്ന് 35 വയസ്സിന് താഴെയുള്ള യുവാക്കളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രേസ് ജിഷോ. ഈ ഒരു തിരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് നടത്തിയ ഭരണാധികാരികളായിട്ടുള്ള ജാക്സൺ ചേട്ടനും അതുപോലെ തന്നെ ജേസ് ചേട്ടനും ട്രസ്റ്റിന്റെ പേരുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു.
അന്ന് നീ പാട്, ഞാൻ കുട്ടിയുണ്ട്. अयो ट्रस्ट करना ट्रस्ट जीवन हाँ जीवन तुम्हारा बॉस जीवन പറഞ്ഞു ഇവിടെ ട്രസ്റ്റിന്റെ പരിപാടി ट्रस्ट का बदला जोड़ दो അതായത് 7 വർഷമായിട്ട് ജിയോ എറിഞ്ഞാണോ നമ്മുടെ ഇത് പറയാനോട് उधर भी का सुल्तान का कौन से गए थे सुल्तान अड़ियन
मोटका दर्पण का दर्पण 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 क्या है? दर्पण एक किताब गवले बताओ किताब साइमन एमिरेट्स एमिरेट्स का अवार्ड अवार्ड लास्ट मंथ अवार्ड जीवन को बोलो ये बड़ा वाला ये दूसरा दूसरा बॉम्बे वाला गिलाड़ी गिलाड़ी तीन का कौन किधर ये जो बाहर है ये बाहर ये तो पोर्क മേടിച്ചോണ്ട് ചോദിക്കാൻ प्रॉब्लम है ये पोर्क ये हमारा मोस्क का बड़ा प्रिस्ट ये हमारा प्राइवेट प्रिस्ट तरवार का प्रिस्ट मोस्क का प्रिस्ट का तो मजे दे दो आप पुलिस के इधर पुलिस साइबर सेल अच्छा में इधर नहीं बोल पाएगा क्या फर्क है? हाँ यस 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 जीवन को बोलो ये पूरा फिनिश के आइटम्स एक बड़ा गाना इधर गाना बने गाना गाना एक कंस्ट्रक्शन का ए हाँ एक बुद्धि के लिए में एक एक आदमी चाहिए अब सुल्तान को बोलो जीवन जीवन आइटम्स के इधर ले मुर्गा संभावना लगी के है बिस्किट बिस्किट हाँ तुम इतना है ये छोटा वाला को देखो छोटा वाला ये आराम से चलेंगे इधर में प्लास्टिक का पूरा खत्म कर देगा नहीं है फूटी नहीं है इधर में ये तुम्हारा टाइम है ये पानी पड़क इधर में तुम प्लेट नहीं है इधर स्लीप करो हैं ठीक है इधर में अच्छा हाँ मास्क करो उधर ज्यादा हिंदी आती है मेरे इंशाल्लाह थैंक यू ये अच्छा को हमारा प्राइम मिनिस्टर को बोलो ठीक है धन्यवाद ओके तुम इधर में जाओ साइबर सेल